ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ വന്നിരിക്കുന്നത് മധുരക്കിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി 2 ബൗൾ ഗോതമ്പാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മൈദ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ റവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കറുപ്പെള്ളാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വേവിച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ, റിഫൈൻഡ് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് മാവിൽ ചേരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ മാവ് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മാവ് നന്നായി സോഫ്റ്റ് ആവുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് നോക്കി നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളായിട്ട് എടുക്കാം. ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ മധുരക്കിഴങ്ങ് വെച്ചുകൊണ്ടുള്ള ഈ പൂരി. അത്രയ്ക്ക് ടേസ്റ്റാണ് രാവിലെ കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഇങ്ങനെ മധുരക്കിഴങ്ങ് വേവിച്ച് കൊടുത്ത് ഒരുപാട് പിള്ളേർ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ഈ പൂരി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അത്ര ടേസ്റ്റായിരുന്നു. ഒരു ലൈറ്റ് സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനും ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മധുരക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഓയിൽ ഒഴിച്ച് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന മാവ് ഒന്നൊന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ഒട്ടും തന്നെ കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പൂരി കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം. നമ്മൾ പരത്തിയെടുത്ത മാവുകളൊക്കെ ഇതേപോലെ ഒന്നൊന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പി, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. മധുരക്കിഴങ്ങ് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും.